വീഡിയോ വ്യക്തമായി വാച്ച് ചെയ്യാൻ ഫുൾ സ്ക്രീൻ ഉപയോഗിക്കുക. നമ്മുടെ കിസ്വെബിന്റെ മെമ്പർഷിപ്പിൽ ജോയിൻ ചെയ്താൽ ലേണേഴ്സിന് ചോദിക്കുന്ന എല്ലാ ചോദ്യങ്ങളും നിങ്ങൾക്ക് നമ്മുടെ ചാനൽ പേജിൽ കാണാൻ സാധിക്കും. ജോയിൻ ചെയ്യൂ, ഈസിയായി ടെസ്റ്റിൽ വിജയിക്കൂ. അൻപത് മുതൽ 100 മീറ്റർ വരെ അകലെ കാവൽക്കാരൻ ഇല്ലാത്ത ലെവൽ ക്രോസ് ഉണ്ട് എന്നത് സൂചിപ്പിക്കുന്ന ട്രാഫിക് ചിഹ്നം ഏതാണ്? ഓപ്ഷൻ എ, ഓപ്ഷൻ ബി, ഓപ്ഷൻ സി, ഓപ്ഷൻ ഡി. ഉത്തരം ഓപ്ഷൻ ഡി. നിർബന്ധമായും വലത്തോട്ട് തിരിയുക എന്നത് സൂചിപ്പിക്കുന്ന ട്രാഫിക് ചിഹ്നം ഏതാണ്? ഓപ്ഷൻ എ, ഓപ്ഷൻ ബി, ഓപ്ഷൻ സി, ഓപ്ഷൻ ഡി. ഉത്തരം ഓപ്ഷൻ സി. എല്ലാ നിയന്ത്രണങ്ങളും അവസാനിക്കുന്നു എന്നത് സൂചിപ്പിക്കുന്ന ട്രാഫിക് ചിഹ്നം ഏതാണ്? ഓപ്ഷൻ എ, ഓപ്ഷൻ ബി, എല്ലാ നിയന്ത്രണങ്ങളും അവസാനിക്കുന്നു എന്നത് സൂചിപ്പിക്കുന്ന ട്രാഫിക് ചിഹ്നം ഏതാണ്? ഓപ്ഷൻ എ, ഓപ്ഷൻ ബി, ഓപ്ഷൻ സി, ഓപ്ഷൻ ഡി. ഉത്തരം ഓപ്ഷൻ ബി. മുന്നിൽ സ്കൂൾ ഉണ്ട് എന്നത് സൂചിപ്പിക്കുന്ന ട്രാഫിക് ചിഹ്നം ഏതാണ്? ഓപ്ഷൻ എ, ഓപ്ഷൻ ബി, ഓപ്ഷൻ സി, ഓപ്ഷൻ ഡി. ഉത്തരം ഓപ്ഷൻ എ. ഇരുദിശയിലും വാഹനങ്ങൾ നിരോധിച്ചിരിക്കുന്നു എന്നത് സൂചിപ്പിക്കുന്ന ട്രാഫിക് ചിഹ്നം ഏതാണ്? ഓപ്ഷൻ എ, ഓപ്ഷൻ ബി, ഓപ്ഷൻ സി, ഓപ്ഷൻ ഡി. ഉത്തരം ഓപ്ഷൻ ഡി. നിർബന്ധമായും ഇടത്തേക്ക് തിരിയുക എന്നത് സൂചിപ്പിക്കുന്ന ട്രാഫിക് ചിഹ്നം ഏതാണ്? ഓപ്ഷൻ എ, ഓപ്ഷൻ ബി, ഓപ്ഷൻ സി, ഓപ്ഷൻ ഡി. ഉത്തരം ഓപ്ഷൻ ഡി. മുന്നിൽ ഇടുങ്ങിയ വഴിയുണ്ട് എന്നത് സൂചിപ്പിക്കുന്ന ട്രാഫിക് ചിഹ്നം ഏതാണ്? ഓപ്ഷൻ എ, ഓപ്ഷൻ ബി, ഓപ്ഷൻ സി, ഓപ്ഷൻ ഡി. ഉത്തരം ഓപ്ഷൻ സി. മുന്നിൽ റോഡ് വീതി കൂടുന്നു എന്നത് സൂചിപ്പിക്കുന്ന ട്രാഫിക് ചിഹ്നം ഏതാണ്? ഓപ്ഷൻ എ, ഓപ്ഷൻ ബി, ഓപ്ഷൻ സി, ഓപ്ഷൻ ഡി. ഉത്തരം ഓപ്ഷൻ എ. മുന്നിൽ ഇടുങ്ങിയ പാലം ഉണ്ട് എന്നത് സൂചിപ്പിക്കുന്ന ട്രാഫിക് ചിഹ്നം ഏതാണ്? ഓപ്ഷൻ എ, ഓപ്ഷൻ ബി, ഓപ്ഷൻ സി, ഓപ്ഷൻ ഡി. ഉത്തരം ഓപ്ഷൻ ബി. അപ്പോൾ നമുക്ക് നമ്മുടെ ചാനൽ ഒന്ന് ഓപ്പൺ ആക്കി നോക്കാം. ഓപ്പൺ ആയി കഴിഞ്ഞാൽ മുകളിൽ കുറച്ച് ഓപ്ഷൻസ് കാണാൻ കഴിയും. ഹോം, വീഡിയോസ്, ഷോർട്സ് എന്ന് കാണാൻ കഴിയും. കമ്മ്യൂണിറ്റി മെമ്പർഷിപ്പ് എന്ന് കാണാൻ കഴിയും. നമ്മുടെ ചാനലിൽ മെമ്പർഷിപ്പ് എടുത്തവർക്ക് മാത്രമേ മെമ്പർഷിപ്പ് എന്നുള്ള ഓപ്ഷൻ അവിടെ കാണാൻ കഴിയും. ലേണേഴ്സിന് പോകുന്നവർക്ക് വളരെ ഉപകാരമായിരിക്കും. താല്പര്യമുള്ളവർക്ക് മുകളിൽ ജോയിൻ ബട്ടൺ അമർത്തി ജോയിൻ ചെയ്യാവുന്നതാണ്. മെമ്പർഷിപ്പ് ഓപ്പൺ ആയി കഴിഞ്ഞാൽ അവിടെ മെമ്പേഴ്സ് ഓൺലി ആയിട്ട് ഒരുപാട് ലേണേഴ്സ് ക്വസ്റ്റൻസ് നമുക്ക് കാണാൻ കഴിയും. സാധാരണ ടെസ്റ്റിന് ചോദിക്കുന്ന എല്ലാ ക്വസ്റ്റൻസും നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയും. മുന്നിൽ തെന്നുന്ന വഴുവഴുപ്പുള്ള റോഡ് ഉണ്ട് എന്നത് സൂചിപ്പിക്കുന്ന ട്രാഫിക് ചിഹ്നം ഏതാണ്? ഓപ്ഷൻ എ, ഓപ്ഷൻ ബി, ഓപ്ഷൻ സി, ഓപ്ഷൻ ഡി. ഉത്തരം ഓപ്ഷൻ ഡി. മുന്നിൽ ക്രോസ് റോഡ് ഉണ്ട് എന്നത് സൂചിപ്പിക്കുന്ന ട്രാഫിക് ചിഹ്നം ഏതാണ്? ഓപ്ഷൻ എ, ഓപ്ഷൻ ബി, ഓപ്ഷൻ സി, ഓപ്ഷൻ ഡി. ഉത്തരം ഓപ്ഷൻ എ.
ഇടതുവശത്തേക്ക് റോഡ് ഉണ്ട് എന്നത് സൂചിപ്പിക്കുന്ന ട്രാഫിക് ചിഹ്നം ഏതാണ്? ഓപ്ഷൻ എ, ഓപ്ഷൻ ബി, ഓപ്ഷൻ സി, ഓപ്ഷൻ ഡി. ഉത്തരം ഓപ്ഷൻ ബി. വലതുവശത്തേക്ക് റോഡ് ഉണ്ട് എന്നത് സൂചിപ്പിക്കുന്ന ട്രാഫിക് ചിഹ്നം ഏതാണ്? ഓപ്ഷൻ എ, ഓപ്ഷൻ ബി, ഓപ്ഷൻ സി, ഓപ്ഷൻ ഡി. ഉത്തരം ഓപ്ഷൻ ബി. മുന്നിൽ പ്രധാന റോഡ് ഉണ്ട് എന്നത് സൂചിപ്പിക്കുന്ന ട്രാഫിക് ചിഹ്നം ഏതാണ്? ഓപ്ഷൻ എ, ഓപ്ഷൻ ബി, ഓപ്ഷൻ സി, ഓപ്ഷൻ ഡി. ഉത്തരം ഓപ്ഷൻ സി. റൗണ്ട് അബൌട്ട് എന്നത് സൂചിപ്പിക്കുന്ന ട്രാഫിക് ചിഹ്നം ഏതാണ്? ഓപ്ഷൻ എ, ഓപ്ഷൻ ബി, ഓപ്ഷൻ സി, ഓപ്ഷൻ ഡി. ഉത്തരം ഓപ്ഷൻ ഡി. ഡ്രൈവിംഗ് റെഗുലേഷൻ 2017 അനുസരിച്ച് റോഡിൻ്റെ നിർവചനത്തിൽ താഴെ പറയുന്നവയിൽ ഉൾപ്പെടുന്നത് ഏതാണ്? പാലങ്ങൾ, ഫെറി സൗകര്യങ്ങൾ, റോഡ് ഡിവൈഡറുകൾ, സ്വകാര്യ റോഡുകൾ. ഓപ്ഷൻ എ, മുകളിൽ പറഞ്ഞവയിൽ 1ഉം 2ഉം മാത്രമാണ് ശരി. ഓപ്ഷൻ ബി, മുകളിൽ പറഞ്ഞവയിൽ 1ഉം 2ഉം 3ഉം മാത്രമാണ് ശരി. ഓപ്ഷൻ സി, മുകളിൽ പറഞ്ഞവയിൽ 1ഉം 2ഉം 4ഉം മാത്രമാണ് ശരി. ഓപ്ഷൻ ഡി, മുകളിൽ പറഞ്ഞവയിൽ 4ഉം ശരിയാണ്. ഉത്തരം ഓപ്ഷൻ ബി, മുകളിൽ പറഞ്ഞവയിൽ 1ഉം 2ഉം 3ഉം മാത്രമാണ് ശരി. റോഡിൻ്റെ നിർവചനം അനുസരിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് തെറ്റ്? അണ്ടർപാസ്, ടോൾ പ്ലാസ എന്നിവ റോഡിൻ്റെ നിർവചനത്തിൽ ഉൾപ്പെടുന്നു. ആക്സിലറേഷൻ ലൈൻ, മീഡിയൻ സ്ട്രിപ്പുകൾ എന്നിവ റോഡിൻ്റെ നിർവചനത്തിൽ ഉൾപ്പെടുന്നു. എൻട്രൻസ്, എക്സിറ്റ് റാമ്പ്, സ്വകാര്യ റോഡ് എന്നിവ റോഡിൻ്റെ നിർവചനത്തിൽ ഉൾപ്പെടുന്നു. പാലങ്ങൾ, തുരങ്കങ്ങൾ എന്നിവ റോഡിൻ്റെ നിർവചനത്തിൽ ഉൾപ്പെടുന്നു. ഉത്തരം എൻട്രൻസ്, എക്സിറ്റ് റാമ്പ്, സ്വകാര്യ റോഡ് എന്നിവ റോഡിൻ്റെ നിർവചനത്തിൽ ഉൾപ്പെടുന്നു. മോട്ടോർ വെഹിക്കിൾസ് റെഗുലേഷൻസ് 2017 അനുസരിച്ച് പാർക്കിംഗ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് യാത്രക്കാരെ കയറ്റാൻ താൽക്കാലികമായി വാഹനം നിർത്തുന്നത്, റോഡിൽ 3 മിനിറ്റിലധികം വാഹനം നിർത്തുന്നത്, 1 നിമിഷത്തേക്ക് വാഹനം റോഡിൽ നിർത്തുന്നത്, റോഡിൽ 5 മിനിറ്റിലധികം വാഹനം നിർത്തുന്നത്. ഉത്തരം റോഡിൽ 3 മിനിറ്റിലധികം വാഹനം നിർത്തുന്നത്. റോഡ് അപകടങ്ങൾ മൂലം ആഗോളതലത്തിൽ കഴിഞ്ഞ 5 വർഷത്തിനിടെ ഓരോ വർഷവും ശരാശരി എത്ര പേർ മരിച്ചതായി കണക്കാക്കുന്നു? ഏകദേശം 5 ലക്ഷം, ഏകദേശം 1.2 ദശലക്ഷം, ഏകദേശം 2.2 ദശലക്ഷം, ഏകദേശം 3.2 ദശലക്ഷം. ഉത്തരം ഏകദേശം 1.2 ദശലക്ഷം. മോട്ടോർ വെഹിക്കിൾ ഡ്രൈവിംഗ് റെഗുലേഷൻസ് 2017 നിർവചനം അനുസരിച്ച് റൈഡർ എന്നാൽ ഡാഷ്. ഡ്രൈവർമാർക്ക് പുറമെ മോട്ടോർ വാഹനത്തിൽ സഞ്ചരിക്കുന്ന വ്യക്തി എന്നാണ് അർത്ഥമാക്കുന്നത്. ഡ്രൈവർ ഉൾപ്പെടെ മോട്ടോർ വാഹനത്തിൽ സഞ്ചരിക്കുന്ന വ്യക്തികൾ എന്നാണ് അർത്ഥമാക്കുന്നത്. കൂലിക്കോ പ്രതിഫലത്തിനോ വാഹനത്തിൻ്റെ ഡ്രൈവർ അല്ലാതെ മോട്ടോർ വാഹനത്തിൽ യാത്ര ചെയ്യുന്ന വ്യക്തികൾ എന്നാണ് അർത്ഥമാക്കുന്നത്. എല്ലാം ശരിയുത്തരമാണ്. ഉത്തരം ഡ്രൈവർക്ക് പുറമെ മോട്ടോർ വാഹനത്തിൽ സഞ്ചരിക്കുന്ന വ്യക്തി എന്നാണ് അർത്ഥമാക്കുന്നത്. എല്ലാവരും നിങ്ങൾക്ക് കിട്ടിയ സ്കോർ താഴെ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.